പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഞാൻ ചില ദിവസങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും എന്ന വിഷയമാണ്. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കുന്നത്, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ആർക്കാണ് കൂടുതൽ ചുമതല? പിതാവിനാണോ മാതാവിനാണോ? നമുക്കെല്ലാവർക്കും സംശയമാണല്ലേ. എന്നാൽ 1 തീമോഥെയോസ് 3:4 കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുവാനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സദൃശവാക്യം 1:8 മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. രണ്ടുപേർക്കും തുല്യ ചുമതലയാണ്. തലമുറകളെ വളർത്തുന്ന കാര്യത്തിൽ കുടുംബത്തിൽ ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന തലമുറകളെ വളർത്തുന്നതിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഉത്തരവാദിത്തമാണ്, തുല്യമായ ചുമതലയാണ്. എന്നാൽ വിവിധ രീതിയിലാണെന്നു മാത്രം. പരസ്പരം വിരുദ്ധമല്ല, പ്രത്യുത ബഹുമാനപൂർവമായിരിക്കണം തമ്മിൽ ചെയ്യാനുള്ളത്. ചിലപ്പോൾ മാതാവ് വളരെ വാത്സല്യമുള്ളതായിരിക്കും, പിതാവ് അച്ചടക്ക ശീലമുള്ളതായിരിക്കും. ചില അമ്മമാർ കുഞ്ഞുങ്ങളോട് വളരെ വാത്സല്യത്തോടെ ഇടപെടാറുണ്ട്. ചില പിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും. ഇതൊന്നുമല്ല, വ്യത്യസ്തപരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. എന്തായാലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ രണ്ടുപേരും തമ്മിൽ ഐക്യത ഉള്ളവരായിരിക്കണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്നത്തെ എപ്പിസോഡിലുള്ള ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലെ തലമുറകളുടെ വിഷയത്തിൽ രണ്ടുപേർക്കും തുല്യമായി തലമുറകളുടെ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്നത്തെ ദൈവിക വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും. മാതാപിതാക്കൾ അവരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രഹസ്യമായി നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾക്ക് വ്യത്യസ്തപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ പ്രകടമായി അവരെ മുന്നിൽ നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞ് അവരെ മുൻപിൽ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. നല്ല ഗുണപാഠങ്ങൾ അവർ നിങ്ങളിൽ നിന്നും, നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും, നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്നും, നിങ്ങൾ വളരെ ഗൗരവത്തോടും ജ്ഞാനത്തോടും കാര്യങ്ങൾ ചെയ്യുന്നതും അവർ നിങ്ങളിൽ നിന്നും പഠിക്കട്ടെ. ചുമതലകൾ തമ്മിൽ വഹിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ചുമതലകൾ വഹിക്കണം. ഒരാൾ തിരുവചനം പഠിപ്പിക്കുന്നതിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പേരൻസ് പരസ്പരം അവരുടെ ചുമതലകൾ ചെയ്യുവാൻ പരസ്പരം ശ്രദ്ധിക്കുകയും പരസ്പരം ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളാൽ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളെ പണിയും. ചുമതലകൾ തമ്മിൽ വഹിക്കണമെന്നാണ്. ഒരാൾ തിരുവചനം പഠിപ്പിക്കുവാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരാൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. രണ്ടുപേരും ഭവനത്തെ നിയന്ത്രിക്കണമെന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുപോലെ ഭവനത്തെ നിയന്ത്രിക്കണം. എല്ലാം ഒരാളുടെ ചുമതലയിലായാൽ ആ ഭവനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സന്തോഷം കാണാൻ കഴിയത്തില്ല. ഒരു വ്യക്തി മാത്രം എല്ലാ ഭാരവും വഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ സ്വന്തമായ കാര്യങ്ങൾ, ഇതൊന്നും അവർക്ക് സ്വന്തമായിട്ട് വഹിക്കുമ്പോൾ
അവർക്ക് തന്നെ താങ്ങാൻ കഴിയത്തില്ല. ആ വ്യക്തിക്ക് ദൈവവുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ തമ്മിൽ 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 അത് വഹിക്കണം. രണ്ടുപേരും ഭവനത്തെ നിയന്ത്രിക്കണം. ഒരാളല്ല ഭവന കാര്യങ്ങൾ നോക്കേണ്ടത്. രണ്ടുപേരും ഒരുപോലെ ബഹുമാനത്തോടെ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കുടുംബം എത്രയോ സന്തോഷമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൽ കേൾക്കുന്ന ദൈവ ശബ്ദം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത, ദൈവീകമായ അടുക്കും ചിട്ടയും ഇല്ലാത്ത കുടുംബ ജീവിതത്തിൻ്റെ ലൈഫാണോ? ഈ വചനം കേട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ച് നിങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും ആത്മീയപരമായി ആരോഗ്യമുള്ള ഒരു സന്തുഷ്ട കുടുംബമായി പണിയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ ഒരു ദേശത്ത് തിരുവചന ശുശ്രൂഷയ്ക്ക് ഞാൻ കടന്നു പോകുമ്പോൾ, ആ ദൈവദാസന്റെ ഭവനത്തിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തെ ശ്രദ്ധിച്ചു. ആ ദൈവദാസൻ ദൈവവേല ചെയ്യുന്നു. 2 തലമുറകളുണ്ട്. തൻ്റെ വൈഫ് സ്കൂളിൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഈ ദേവദാസി അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പോലെ സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അത് മുത്തുകളിലും വിലപ്പെട്ടതാണ്. കർത്തൃദാസി അതിരാവിലെ എഴുന്നേറ്റ് ഉച്ചവരെയുള്ള ഭക്ഷണങ്ങൾ രാവിലെ എഴുന്നേറ്റ് ക്രമീകരിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷമായി കർത്തൃദാസി കടന്നു പോകുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകുന്നു. അതിനുശേഷം കർത്തൃദാസൻ ബാക്കിയുള്ള എല്ലാ ജോലികളും, തുണി അലക്കുന്നു, അതിനെ വാഷ് ചെയ്യുന്നു, അതിനെ ഉണക്കുന്നു, അത് തേച്ച് വെക്കുന്നു, അത് മടക്കി വെക്കുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും തന്നാലാവോളം ബാക്കിയെല്ലാം ചെയ്ത് താൻ ഫിനിഷാക്കി. ചർച്ചിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചിൻ്റെ കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ന് പകൽക്കാലം ചെയ്യാനുള്ളതിൽ ഓടി നടന്ന് ചെയ്ത് താനും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എത്തുന്നതിന് മുന്നമേ വീട്ടിലെത്തി. അവർ സന്തോഷമായി വീണ്ടും രാത്രിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രാത്രിയുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യുന്നു. ദൈവദാസന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവദാസിയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് വളരെ സന്തോഷമായി ഭക്ഷണം കഴിച്ച് അവർ പ്രാർത്ഥിച്ച് സന്തോഷമായി ഉറങ്ങുന്നു. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഒരു ദൈവഭക്തൻ ഉറങ്ങാൻ കടന്നു പോകുമ്പോൾ ദാവീദ് പാടിയതുപോലെ, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എത്ര ജോലി ചെയ്താലും പരസ്പരം തമ്മിൽ സഹായിച്ചില്ലെങ്കിൽ, ഒരു വ്യക്തി തന്നെ ഭാരം വഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയത്തില്ല. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയത്തില്ല. മനസ്സിനൊരു സമാധാനം കാണത്തില്ല. പക്ഷേ കൂട്ടുകുടുംബമായി ദൈവത്തിൻ്റെ ആത്മാവിനാൽ വഹിക്കപ്പെടുന്ന ഒരു ഭക്തന്റെ ഭവനത്തിൽ ഇതുപോലെ ആത്മാവിനാൽ അടുക്കും ചിട്ടയോടെ തമ്മിൽ ഭാരങ്ങളെ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബം സന്തുഷ്ട കുടുംബമായി ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബമായി തീരും. സ്തോത്രം. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസനെ നമ്മൾ മാതൃകയോടുകൂടെ ഹല്ലേലൂയ സന്തോഷത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന പോലെ ഹല്ലേലൂയ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുവാനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുവാനും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. ആ ഭവനത്തിൽ കലക്കമില്ല, ആ ഭവനത്തിൽ അസമാധാനമില്ല, ആ ഭവനത്തിൽ സ്വസ്ഥതക്കേടില്ല, തമ്മിൽ കുറ്റങ്ങൾ പറയുവാനില്ല, തമ്മിൽ കുറ്റങ്ങൾ കണ്ടെത്തുവാനല്ല. ആമേ സന്തോഷത്തോടെ ആ കുടുംബത്തെ നന്നായി തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് എല്ലാവരുടെ കാര്യങ്ങൾ എല്ലാവരും എല്ലാ മേഖലയിലും ശ്രദ്ധിച്ച് ദൈവവചന പഠനത്തിലും പ്രാർത്ഥനയിലും ആരാധനകളിലും സ്വന്തമായുള്ള കാര്യങ്ങളിലൊക്കെ ആമേ തമ്മിൽ ഭാരങ്ങളെ വഹിച്ച് പരസ്പരം ബഹുമാനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വളരെ സ്വർഗതുല്യമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഐക്യതയോടുകൂടെ ബഹുമാനത്തോടുകൂടെ അവരവരുടെ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് വളരെ നമ്മൾ മാതൃകയായി തീരും.
വചനം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കുവാൻ കഴിയും. ഒന്നാമതായി യേശുവിന് നിങ്ങൾ സ്ഥാനം കൊടുക്കുക. രണ്ടാമതായി യഹോവ ഭക്തിയിൽ ജീവിക്കുക. മൂന്നാമതായി ദൈവ സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ ഉടലെടുക്കുക. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും. പരസ്പരം തമ്മിൽ പഴിചാരാതെ, കുറ്റം പറയാതെ, കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വഴക്കുകളും ബഹളങ്ങളും ഉണ്ടാക്കാതെ യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ഭവനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒന്നിനെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഒരു കുടുംബജീവിതം, അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് കുടുംബമായി ചെയ്തെടുക്കുവാൻ ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏതോ കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിൽ ആദ്യം ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുക. പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കുക. ആത്മാവ് പറയുന്നതനുസരിക്കുക. തിരുവചന പ്രകാരം പരസ്പരം ഭാര്യ ഭർത്താവ് തമ്മിൽ ബഹുമാനിച്ചും സ്നേഹിച്ചും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ തമ്മിൽ ഒരുപോലെ ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോകുന്ന ഭവനം സ്വർഗതുല്യമായി സന്തോഷം കണ്ടെത്തുവാൻ കഴിയും. ഏതെങ്കിലും കുടുംബങ്ങൾ അസമാധാനത്തിൽ, കലഹങ്ങളും പ്രശ്നങ്ങളാൽ ആ ഭവനത്തെ പൈശാചിന്റെ ശക്തികൾ പോരാടുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിലുള്ള എല്ലാ അസമാധാനത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കുന്നു. ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം കൂടെയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായെങ്കിൽ ഞങ്ങളെ വിളിക്കുക, അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ട്, ഞങ്ങളെ അറിയിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.